ടു ഫസ്റ്റ് ക്രിസ്മസ് ടുഗദർ പാർട്ട് 5. സോ ഇന്നൊരു സൺഡേ ആണ്, പള്ളിയിലേക്ക് പോയി കേക്കൊക്കെ ഡെലിവർ ചെയ്തു. ഇനി നമുക്ക് ട്രീ ഡെക്കറേറ്റ് ചെയ്യാം. അലു ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. പപ്പയും നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. സോ പിന്നെ അലു സാണ്ടും കൂടിയിട്ട് ട്രീ ഒക്കെ ഫുൾ ഡെക്കറേറ്റ് ചെയ്ത് അടിപൊളിയാക്കി. അങ്ങനെ ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഫാൽക്കൺ ബീച്ച് അങ്ങ് ലക്ഷ്യമാക്കി അങ്ങ് ഇറങ്ങി. പോയത് കക്ഷിയുടെ കുറച്ച് കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ആളതെല്ലാം കെട്ടിപ്പറക്കി വീട്ടിലോട്ട് പോന്നിട്ടുണ്ട്. കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസ് ആണ്. നമ്മൾ സ്പെഷ്യൽ ബ്രൗണി ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആൻഡ് നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഗിഫ്റ്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഡ്രസ്സസൊക്കെ. സോ അപ്പോൾ അതൊക്കെ കൊടുക്കുകയാണ് പിന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഗിഫ്റ്റ് വാങ്ങിച്ച് കൊടുക്കുക എന്നുള്ളത് നമ്മൾ മിക്ക വർഷങ്ങളും ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ അത് കൊടുക്കുമ്പോഴുള്ള അവരുടെ കണ്ണിൽ ആ ഒരു സന്തോഷവും നമ്മളോടുള്ള ആ ഒരു സ്നേഹം കൊണ്ടുള്ള ഹഗ്ഗും അതുപോലെ തന്നെ ഉമ്മയോ അനുഗ്രഹമൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് തോന്നും. ഇത്തവണ ഞാൻ കൂടുതൽ ഹാപ്പിയാണ്, ബിക്കോസ് ഇത് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇപ്പോൾ ഇരട്ടി സന്തോഷമാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും. പപ്പക്കമ്മക്കും അപ്പാപ്പക്കമ്മക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി ഈ ഡ്രസ്സൊക്കെ. ആൻഡ് നെക്സ്റ്റ് അലുവാണ്. അലു തന്നെ സെലക്ട് ചെയ്ത ഡ്രസ്സാണത്. എന്നിട്ട് അവൾ ഓവർ എക്സ്പ്രഷൻ ഇടുന്നതാണ് കാണുന്നത്. ഇനി നമുക്ക് അലുവിൻ്റെ കുറച്ച് ഷോഫ് കാണാം. അങ്ങനെ ഡ്രസ്സൊക്കെ കിട്ടി എല്ലാവരും ഹാപ്പിയായി. ഇനി കുറച്ച് നൃത്ത ചുവടുകളാവാം. സാണ്ടു അലു സ്ഥിരം ഡാൻസിലേക്ക് കയറിയിട്ടുണ്ട്. നമ്മുടെ അലുവിന് ഭയങ്കര കൈപ്പുണ്യം കേട്ടോ, എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും. സോ അപ്പോൾ അവൾ തന്നെ ഉണ്ടാക്കിയ ആ ഒരു വൈനിൻ്റെ കുട്ടളമായിട്ട് വന്നിട്ടുണ്ട്. ബാക്കിയുള്ള വൈനോട് നമ്മൾ അരിച്ചെടുക്കുകയാണ്. അങ്ങനെ ആ ഒരു ബ്യൂട്ടിഫുൾ നൈറ്റ് എൻഡപ്പ് ചെയ്തു. ദെൻ ടു ദ ടഫസ്റ്റ് പാർട്ട്, ബൈ ബൈ. അങ്ങനെ ഞങ്ങൾ ബൈ ബൈ പറഞ്ഞ് തൽക്കാലത്തേക്ക് ഇറങ്ങി. സോ ബൈ ബൈ അൺടിൽ നെക്സ്റ്റ് സ്വീറ്റ് മെമ്മറീസ്.